ഡൂംസ്ഡേ നമുക്ക് എന്തായാലും അറിയാവുന്നതാണ്, 3-4 മാസത്തിനുള്ളിൽ എന്തായാലും പടം റിലീസാകാൻ വേണ്ടി പോവാണ്. ഒരുപാട് ലീക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതിൽ മിക്ക ലീക്സും ഒറിജിനലായിട്ട് ട്രെയിലറിൽ നമ്മൾ കാണുകയും ചെയ്തു. ആ ഡൂംസ്ഡേയിൽ മെയിനായിട്ട് വരാൻ വേണ്ടി പോകുന്ന ക്യാരക്ടറാണ് നമ്മുടെ ലോക്കി. അതായത് പുള്ളിനെ തേടിയിട്ടാണ് മൊത്തം ഡൂം തന്നെ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. എന്നാൽ മാത്രമേ മൾട്ടിവേഴ്സിൻ്റെ കൺട്രോൾ ഡൂമിന് കിട്ടുള്ളൂ. അങ്ങനെ ആ ലോക്കിയുടെ ഒരുപാട് സ്റ്റിൽസ് ഇപ്പോൾ ലീക്കായിട്ടുണ്ട്. ലോക്കിയുടെ മാത്രമല്ല, നമ്മുടെ മെഗ്നീറ്റോ, പിന്നെ നമ്മുടെ ന്യൂ അവഞ്ചേഴ്സിൻ്റെ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് എന്തൊക്കെയാണെന്നോ അതൊക്കെ എന്തിനായിരിക്കും സൂചിപ്പിക്കുക നമുക്ക് നമ്മൾ ക്ലിയർ ആയിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ ഈ വീഡിയോസൊക്കെ ലീക്സാണ്, ചിലപ്പോൾ 100% നടക്കും എന്നല്ല, ചിലപ്പോൾ നടന്നേക്കാം. ഇനി അഥവാ ചിലപ്പോൾ ഫേക്കും ആവാം. എന്നാലും ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയുന്നതേ ഉള്ളൂ. കാരണം മൊത്തത്തിൽ അങ്ങ് തള്ളിക്കളയാനും പറ്റില്ല. കാരണം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ ലീക്കുകളും സത്യമായിട്ടേ വന്നിട്ടുള്ളൂ. സോ നമുക്ക് ഇതൊന്ന് നോക്കിക്കളയാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ലോക്കി. ആക്ച്വലി ആ ഇമേജസ് ഒക്കെ ഒരു ബഞ്ച് ഓഫ് ഇമേജസ് ആയിട്ടാണ് ലീക്ക് ആയിട്ടുള്ളത്. അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ കുറവാണ്. പിന്നെ സൂം ചെയ്ത് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ചിലപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തേക്കാം. പിന്നെ ഞാൻ സൂമായിട്ട് വലുതാക്കിയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന പോലെ കാണിക്കുന്നുള്ളൂ. കാരണം എങ്ങാനും സത്യമാണെങ്കിൽ ചിലപ്പോൾ വീഡിയോ തന്നെ അടിച്ചു പോകും. സോ അതിലെന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. മെയിനായിട്ട് നമ്മുടെ ലോക്കി ഓൾറെഡി നമ്മൾ ആ ട്രെയിലർ 1 കണ്ടിട്ടുള്ള പോലെ തന്നെ ആ ടിവിയുടെ സൂട്ടിലാണുള്ളത്. അതായത് പുള്ളി ആ വേരിയൻ്റ് ആയിട്ടുള്ളപ്പോൾ ഉണ്ടായിരുന്ന ഒരു സൂട്ട് ഉണ്ടാവുമല്ലോ, ആ ലോക്കി സീസൺ 2 ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സെയിം സൂട്ടിൽ തന്നെയാണ് പുള്ളി ഇതിൽ അപ്പിയർ ആവാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല പുള്ളി ഇതിൽ ആ മൾട്ടിവേഴ്സ് ത്രോണിലല്ല ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, അതായത് മൾട്ടിവേഴ്സ് ത്രോൺ ഇപ്പോൾ, അതായത് മൾട്ടിവേഴ്സ് തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ലോക്കിയാണല്ലോ. അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ആ മൾട്ടിവേഴ്സ് ബാലൻസ് ആവുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ലോക്കിയുടെ ഒരു ഇലൂഷൻ ആണെന്നോ അല്ലെങ്കിൽ ഒരു പുള്ളിയുടെ ഒരു പ്രൊജക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് മാറ്റാം. ചിലപ്പോൾ ഒറിജിനൽ ലോക്കി ഇപ്പോഴും ആ മൾട്ടിവേഴ്സ് പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണെന്നൊക്കെ ചിലപ്പോൾ കാണിക്കാം. എന്തായാലും ഈ ലീക്ക് ആയിരിക്കുന്ന സാധനങ്ങൾ മൊത്തത്തിൽ ആ ടിവിയുടെ ഉള്ളിൽ നടക്കുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അതിലും പ്രത്യേകിച്ച് നമ്മുടെ ലോക്കി ഒരുപാട് ആൾക്കാരെ ക്ലിയർ ആയിട്ട് മീറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെയും പുള്ളിയുടെ മുഖത്ത് കുറച്ച് ആശ്ചര്യമുള്ള പോലെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതാരൊക്കെയാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ അതിൽ ഒരു പെർട്ടിക്കുലർ ഫോട്ടോ മാത്രം ഒരു ലോങ് ഹെയർ ഉള്ള ഒരു അത്യാവശ്യം ബിൽഡ് ബോഡിയിട്ടുള്ള ഒരാളടുത്താണ് പുള്ളി സംസാരിക്കുന്നത്. അതായത് ഡൂംസ്ഡേയുടെ ട്രെയിലറിൽ തന്നെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ലോങ് ഹെയർ വെച്ചിട്ടുള്ള ഒരാൾ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ആണ്. മാത്രമല്ല നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ കണ്ടിട്ട് ലോക്കി എന്തായാലും ആ ടൈം ലൈൻ ബ്രാഞ്ച് ആവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേറെ യൂണിവേഴ്സിലേക്ക് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ കൊണ്ടുവിടുന്നുള്ള കാര്യമോ ചിലപ്പോൾ ആ ഒരു സീനായിരിക്കാം ഇതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു കോട്ടും സൂട്ടും ഇട്ടിട്ടുള്ള ഒരു വൈറ്റ് ഹെയറുള്ള ഒരാളടുത്ത് സംസാരിക്കുന്ന പോലെ ലോക്കിനെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ലുക്ക് വെച്ചിട്ട് ഒരു പക്ഷേ അത് മോർബിയസ് ആവാനാണ് ചാൻസ്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്, അതായത് നമ്മുടെ വൂൾവറിൻ ഒരാളായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, അത് ഏകദേശം CJ ഒന്നും കംപ്ലീറ്റഡ് ആവാത്ത സെറ്റ് പിക്സ് ആണ് ഇപ്പോൾ ലീക്കായിട്ടുള്ളത്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. സത്യം ആണെങ്കിൽ അത് മിക്കവാറും നമ്മുടെ ടോബി മേക്കറുടെ സ്പൈഡർമാൻ ആവാനാണ് ചാൻസ്. കാരണം അതിൻ്റെ ബാക്കിൽ എന്തോ ഒരു പർപ്പിൾ കളർ പോർട്ടൽ പോലത്തെ ഒരു സംഭവം എന്തോ തുറക്കുന്ന പോലെ ഉണ്ട്. മിക്കവാറും അത് ചിലപ്പോൾ നമ്മുടെ ഈ എക്സ്മെൻസ് ഒക്കെ ടോബി മേക്കറിൻ്റെ യൂണിവേഴ്സ് നശിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ആ ഒരു സംഭവത്തിലുള്ള ആ ഫൈറ്റ് ആയിരിക്കണം. പിന്നെയുള്ള വേറൊരു ഇമേജാണ്, അതായത് നമ്മുടെ ആ സെന്റിനൽസ് റോബോട്ട്സിനെ ഓൾറെഡി നമ്മുടെ ഡൂം കൺട്രോൾ എടുക്കുന്നത് ട്രെയിലറിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. സെയിം ഇതേ സാധനം ലീക്ഡ് ആയിട്ടുള്ള ആ ഒരു ഫുൾ വീഡിയോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ആ സെയിം സാധനം തന്നെയാണ് ട്രെയിലറിലും കാണിച്ചിട്ടുള്ളത്. അങ്ങനെ അതിലുള്ള ആ ഡൂമിൻ്റെ കൺട്രോളുള്ള ഒരു സെന്റിനലിൻ്റെ റോബോട്ടിൻ്റെ കയ്യിൽ നമ്മുടെ മഗ്നീറ്റോ വിട്ടെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മഗ്നീറ്റോനെ ആ സെന്റിനൽ റോബോട്ട് ഞെരിക്കുന്ന പോലെയും അതിൽ കാണിച്ചിട്ടുണ്ട് ഒരു ലീക്കായിട്ടുള്ള ഫോട്ടോയിൽ. ഒരു പക്ഷേ ഇത് സത്യമാവാനും ചാൻസ് ഉണ്ട്. കാരണം ആ സെന്റിനൽസ് റോബോട്ടുമായിട്ടുള്ള ആ ഫൈറ്റിൻ്റെ ആ ടൈമിലായിരിക്കും നമ്മുടെ ഓൾമോസ്റ്റ് ഡോക്ടർ ഡൂം അതുവരെ ഈ അവഞ്ചേഴ്സിൻ്റെ കൂടെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ നിന്നിട്ട് അവിടെ നിന്നായിരിക്കും പുള്ളിയുടെ തനി കോണം പുറത്തെടുത്തിട്ട് അവഞ്ചേഴ്സിനെതിരായിട്ട് തന്നെ തിരിയുന്നത്. ഒരു പക്ഷേ അതിന് ശേഷമായിരിക്കണം നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഈ ഡോക്ടർ ഡൂം ആരാണെന്നുള്ള കാര്യം നമ്മുടെ സൂസൻ സ്റ്റോം ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെ അടുത്ത് പറയുന്നത്. ആ ടൈമിൽ മാഗ്നറ്റോടെയൊക്കെ ഒരു കൈ ഒടിഞ്ഞിട്ടുള്ള പോലെയാണ് ഇതിന് മുമ്പ് ലീക്കായിട്ടുണ്ടായിരുന്ന ഇമേജസിലും കാണിച്ചിട്ടുള്ളത്. അവസാനം ആ ട്രെയിലർ 2 അങ്ങനെ തന്നെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ടൊക്കെ ആയിരിക്കണം ആ മാഗ്നറ്റോടെ ഒരു കൈ ഒടിഞ്ഞിട്ടുള്ളതും. പിന്നെ അതേപോലെ തന്നെ ലീക്കായിട്ടുള്ള വേറൊരു ഇമേജാണ്, ഇത് ഓൾറെഡി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഈ മിസ്റ്റർ ഫെൻറ്റാസ്റ്റിക്കും ക്യാപ്റ്റൻ അമേരിക്ക, അതായത് നമ്മുടെ സാംവിൽസൻ്റെ ക്യാപ്റ്റൻ അമേരിക്കയും ഷാങ്-ചി, യെലന ബെല, പിന്നെ ഡോക്ടർ ഡൂമിൻ്റെ ആ സൂട്ടുള്ള പോലെ ഒരു ക്യാരക്ടറും ഒരു ഷിപ്പിൻ്റെ ഉള്ളിലിരുന്നിട്ട് അവരെങ്ങോട്ടോ പോകുന്ന പോലെ. ഇത് മിക്കവാറും ആ എക്സ്മെൻ യൂണിവേഴ്സിലേക്ക് അവർ പോകുന്ന ഒരു സീനായിരിക്കണം. ആ കൂടെയുള്ള ആ മാസ്ക് ഇട്ടുള്ള ആൾ മിക്കവാറും ഡോക്ടർ ഡൂം ആവാൻ തന്നെയാണ് ചാൻസ്. കാരണം അതുവരെയും ഡോക്ടർ ഡൂം ഇവരുടെ കൂടെ തന്നെ നിൽക്കുന്നുള്ളതായിരിക്കും കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആ മാസ്ക് വെച്ച് നോക്കുമ്പോൾ അത് ഡോക്ടർ ഡൂം ആവാൻ തന്നെയാണ് ചാൻസ്. കാരണം ഇതിന് മുമ്പ് ഈ സംഭവങ്ങൾ ആ മാസ്ക് വെച്ചിട്ട് അത് ഡോക്ടർ ഡൂം അല്ല, അത് വേറെ ഏതെങ്കിലും സപ്പോർട്ടിങ്, അതായത് ഡോക്ടർ ഡൂമിൻ്റെ ആളായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി തന്നെ നമ്മുടെ ഈ ഡോക്ടർ ഡൂമിൻ്റെ പുതിയൊരു സൂട്ട് ഈ D23 എക്സ്പോയിൽ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലുള്ള ആ സെയിം മാസ്ക് തന്നെയാണ് ഈ ക്യാരക്ടറിൻ്റെ ഈ ഒരു ലീക്കായിട്ടുള്ള ഇതിലും കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല ആ സെയിം മാസ്ക് തന്നെയാണ് നമ്മുടെ ആ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലും കാണിച്ചിട്ടുള്ളത്. സോ ഇത് ഡോക്ടർ ഡൂം ആവാൻ തന്നെയാണ് ചാൻസ്.
ഓൾറെഡി എന്തായാലും ബോറിസ് എന്ന് പറഞ്ഞിട്ട് ഈ ഡോക്ടർ ഡൂമിൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് മാൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് ലുക്കൊക്കെ റിവീൽ ആയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഡോക്ടർ ഡൂം ആണെന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള റൂമേഴ്സ് ഒക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു ക്യാരക്ടറല്ല ഈ ഒരു ക്യാരക്ടർ എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആ ക്യാരക്ടറിൻ്റെ ആ മാസ്ക് തന്നെ ഡിഫറൻ്റ് ആണ്. നടുവിൽ ഒരു ഓട്ടയൊക്കെ ഒരു കണ്ണ് പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. സോ അതാവാൻ ചാൻസ് ഇല്ല, ഡോക്ടർ ഡൂം തന്നെ ആയിരിക്കും. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് വരും, അതായത് ഈ ഒരു ഷിപ്പിൽ ഇത്രയും പേരല്ലേ കാണിച്ചിട്ടുള്ളൂ, അങ്ങനെ ഇവർ എക്സ്മെൻ്റ് യൂണിവേഴ്സിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ഒരു ഫൈറ്റിൽ നമ്മുടെ തോറ്, ക്യാപ്റ്റൻ അമേരിക്ക അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ. ഒരു പക്ഷേ ക്യാപ്റ്റൻ അമേരിക്കനൊക്കെ നമ്മുടെ തോർ ഈ ഷിപ്പിൽ നിന്നായിരിക്കും കാണുന്നത്. അവർ ചിലപ്പോൾ വേറെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുന്നുണ്ടാവും. സോ ഇവരെ മാത്രമായിരിക്കും ആ ഷിപ്പ് ഓടിക്കുന്നതിൻ്റെ അവിടെ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ന്യൂ അവഞ്ചേഴ്സ് ആയിട്ടുള്ള മിസ് മാർവൽ, നമ്മുടെ കാസി ലാങ്, അതായത് സ്കോട്ട്ലാൻഡിൻ്റെ മോളായിട്ടുള്ള കാസി ലാങ്, അതേപോലെ തന്നെ കേറ്റ് ബിഷപ്പൊക്കെ നിൽക്കുന്ന പോലെ ഒരു സ്റ്റില്ല് ലീക്ക് ആയിട്ടുണ്ട്. ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, പക്ഷെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന പോലെ ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്, അതായത് നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻസൈഡേഴ്സ് തന്നെയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് പുള്ളി മാസ്ക് ഇല്ലാതെ, അതായത് നമ്മുടെ ഡോക്ടർ ഡൂം RDJയുടെ ലുക്കിൽ മാസ്ക് ഇല്ലാതെ പുള്ളിയുടെ മുഖത്തൊക്കെ സ്കാർ ഉള്ള പോലെ ഒരു ലുക്ക് റിവീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൽ നമ്മുടെ RDJയുടെ മുഖത്ത് എന്തോ നടുക്ക് വലിയൊരു കോഡ്, ഒരു വര വീണ പോലെയും പിന്നെ കുറച്ചൊക്കെ കത്തിക്കരിഞ്ഞിട്ടുള്ള പോലെയൊക്കെ കാണിച്ചിട്ടുള്ളത്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, ചിലപ്പോൾ ആയിരിക്കാം. എന്തായാലും ആ ഫോട്ടോ ഞാൻ ഇതിൽ വെക്കുന്നില്ല, കാരണം എങ്ങാനും സത്യമാണെങ്കിൽ അറിയാലോ കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് ആ സാധനമൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ കാണാം. അതായത് റീസെൻ്റായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ ആ റെഡ് ഗാർഡിനായിട്ട് അഭിനയിക്കുന്ന ആ പുള്ളി ഒരു ലീക്കും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളി ആരെയോ കണ്ടിട്ട് യു ആർ ടോണി സ്റ്റാർക്ക് എന്ന് പറയുന്ന പോലെ ഒരു ഡയലോഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പടത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ലീക്കായിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ആ പടത്തിൽ അതുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ ഈ ഡോക്ടർ ഡൂം റിവീൽ, അത് ആ പുള്ളിയുടെ ആ മാസ്ക് റിവീൽ ആവുന്ന ടൈമിൽ നീ ടോണി സ്റ്റാർക്ക് അല്ലേന്ന് ചിലപ്പോൾ ആ റെഡ് ഗാർഡിയൻ തമാശ രീതിക്ക് ചോദിക്കുന്ന രീതിക്കൊക്കെ ആയിരിക്കും അത്. സോ ഇത്രയൊക്കെയാണ് ആ ലീക്കായിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ള സാധനങ്ങൾ. പ്രത്യേകിച്ച് ആ ലോക്കിയുടെ ആ ഒരുപാട് ഫോട്ടോസ് ലീക്കായിട്ടുണ്ട്, പക്ഷേ അതിൽ കുറേയൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല, കാരണം അത്രയ്ക്കും ബ്ലർഡായിട്ടാണുള്ളത്. അത് മിക്കവാറും എന്തായാലും HD ആയിട്ട് ഈ അടുത്ത കാലത്തെങ്ങാണ്ട് വീണ്ടും ലീക്കാവും. അപ്പോൾ നമുക്കൊരു ഡീറ്റെയിൽ ഇട്ട് നോക്കാം. സോ ഈ ലീക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊക്കെ വല്ല സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമായി. സോ ഇതിൻ്റെ അഭിപ്രായം എന്താണെന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.